WWE സൗദിയിൽ നടത്താൻ പോകുന്ന കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അതുപോലെ റാൻഡി ഓർട്ടന്റെ റിട്ടേണിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അത് നിങ്ങൾക്ക് ഏകദേശം അറിയാം, എന്നാലും ജസ്റ്റ് അതൊന്ന് പറയാം. അതുപോലെ സെത്ത് റോളൻസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് എന്നാണ് വരാൻ ചാൻസ് ഉള്ളത്, ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷിംഗ് ചെയ്യുക, അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. ഫസ്റ്റ് റാൻഡി ഓർട്ടനെ പറ്റി പറയാം. റാൻഡി ഓർട്ടൻ ജോൺ സീനയുടെ കൂടെ WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ബാക്ക് ക്ലാഷിൽ തോറ്റതിന് ശേഷം പിന്നീട് റാൻഡി ഓർട്ടൻ വന്നിട്ടില്ല. എന്നാൽ WWE കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റാൻഡി ഓർട്ടൻ അതിലുണ്ട്. റാൻഡി ഓർട്ടൻ അതുകൊണ്ട് ഉടനെ തന്നെ റിട്ടേൺ ചെയ്യുമെന്ന്. അതായത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ മാച്ചിൽ റാൻഡി ഓർട്ടന്റെ പേരുമുണ്ട്. അതുകൊണ്ട് റാൻഡി ഓർട്ടൻ ആ ഒരു ടൂർണമെന്റ് മാച്ചിലൊക്കെ വരും, അതും സ്മാക്ക് ഡൗണിൽ. അപ്പോൾ റാൻഡി ഓർട്ടൻ ഇത്രയും നാൾ വരാതിരുന്നത് കറക്റ്റ് ആയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ സീനയുടെ കൂടെ ലാസ്റ്റ് മാച്ചാണ് അന്ന് ചെയ്തത്. പിന്നെ വന്ന് സീനയെ അറ്റാക്ക് ചെയ്യുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. ഇതുപോലെ തന്നെയാണ് CM പങ്ക് സീന മാച്ചും കൺഫേം ചെയ്തിട്ടുള്ളത്. അതായത് ആ മാച്ച് തീർന്ന അവിടെ വെച്ച് അവരുടെ മാച്ച് തീർന്നു, പിന്നെ റീമാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. ഇവർ തമ്മിൽ ഇനി ഫൈറ്റും ചെയ്യില്ല ആ ഒരു ടൈപ്പിൽ. അപ്പം അതുകൊണ്ടൊക്കെയാണ് റാൻഡി ഇത്രയും നാൾ വരാതിരുന്നത്. അപ്പോൾ പലരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ മാച്ച് കാർഡെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ നടക്കാൻ പോകുന്ന കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് വിൻ ചെയ്യാൻ പോകുന്നത് ആരാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് റൂമറെല്ലാം വരുന്നത് സൗദിയിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻ നടക്കുന്നതുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് സാമി സൈൻ വിൻ ചെയ്ത് സാമി സൈൻ ഫോഴ്സസ് ഗന്ധർ മാച്ച് സമ്മർ സ്ലാമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് WWE ശ്രമിക്കുന്നത് എന്നും അതുകൊണ്ടാണ് ജെയ്സ് ചാമ്പ്യൻഷിപ്പ് തോറ്റത് എന്നും അതുകൊണ്ട് തന്നെ സാമി സൈൻ സൗദിയിൽ വിൻ ചെയ്ത് ഗന്ധറുമായിട്ട് സമ്മർ സ്ലാമിൽ മാച്ച് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് സാമി സൈൻ കൊണ്ടുപോകും എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് റൂമർ വരുന്നത്. ഇതുപോലെ തന്നെയാണ് ആളുകൾ പറയുന്നതും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സൗദിയിലായതുകൊണ്ട് വളരെയധികം സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാലും അത് സാമി സൈൻ 100% അർഹിക്കുന്നതാണ്. അതായത് സാമി സൈൻ വിൻ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് കുറ്റം പറയാനൊന്നും നമ്മൾക്ക് സാധിക്കില്ല. കാരണം സാമി സൈൻ അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് അർഹിക്കുന്നുണ്ട്. അപ്പോൾ സാമി സൈൻ ആണോ കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സാമി സൈനല്ല, പകരം ആ മാച്ചിലുള്ള കോഡി റോഡ്സ് ആണ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്യാൻ ചാൻസ്. അതായത് കോഡി റോഡ്സിന് സീന ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സമ്മർ സ്ലാമിൽ ഇവർക്ക് മാച്ച് വെക്കണമെങ്കിൽ കോഡി റോഡ്സ് ഈ ഒരു കിങ് ഓഫ് ദ റിംഗ് മാച്ച് വിൻ ചെയ്തതിന് ശേഷം സീനയെ പോയി ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് WWE സെറ്റ് ചെയ്യാൻ ചാൻസ്. അതുകൊണ്ട് കോഡി റോഡ്സ് ആണ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കോഡിക്കാണ് ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഇത് കൺഫേം ആയിട്ട് പറയല്ല. അതും തന്നെയുമല്ല, കോഡി ആ മാച്ചിലുണ്ടോ എന്നൊക്കെ ഇനി വരും സമയങ്ങളിൽ നമുക്കറിയൂ. ചിലപ്പോൾ സീനയൊക്കെ വന്നുകൊണ്ട് ഇതെല്ലാം കുളമാക്കി വിട്ടേക്കാം. അപ്പോൾ കോഡി അല്ലെങ്കിൽ 100% സാമി സൈൻ തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ്. പക്ഷേ സാമി സൈൻ വിൻ ചെയ്താലും ഒരു പ്രശ്നമുണ്ട്. ഗന്ധറായിട്ടുള്ള മാച്ച് നമ്മൾ ഓൾറെഡി റസൽ മിനിയിൽ കണ്ടതാണ്. റസൽ മിനിയിൽ സാമി സൈൻ ഗന്ധറിനെ തോൽപ്പിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് കോഡി റോഡ്സ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. ഇനി സെത്ത് റോളൻസ് എപ്പോഴാണ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുക, ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷ് ഇൻ ചെയ്യുക എന്ന് നോക്കാം. സെത്ത് റോളൻസ് മുൻപ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. റസൽ മിനിയിൽ റാൻഡി ഓർട്ടന്റെ കൂടെ സിംഗിൾസ് മാച്ച് തോറ്റ് അതേ റസൽ മിനിയിൽ തന്നെ ബ്രോക്ക് ലെസ്നർ റോമൻ റെയിൻസ് മാച്ച് നടന്നപ്പോൾ അതിൽ വേറെ ലെവലായിട്ട് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തു റസൽ മിനിയ 31-ൽ. അപ്പോൾ അതുപോലെയുള്ളൊരു സംഭവം തന്നെയാണ് ഇവർ വീണ്ടും സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് സമ്മർ സ്ലാമിലാണ് ഈ ഒരു പ്ലാൻ WWE സെറ്റ് ചെയ്യാൻ പോകുന്നത്, സമ്മർ സ്ലാമിന്റെ നൈറ്റ് 2-ൽ. അപ്പോൾ അതിനേക്കാൾ മുൻപ് ചിലപ്പോൾ സെറ്റ് ഒരു സിംഗിൾസ് മാച്ചിലൊക്കെ തോറ്റേക്കാം. അപ്പോൾ ഗന്ധറിന്റെ കയ്യിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പാണോ ജോൺ സീനയുടെ കയ്യിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിനാണോ ക്യാഷ് ഇൻ ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് ആരംഭം തൊട്ട് ചെയ്തു വെച്ച സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ ജോൺ സീനയുടെ ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷ് ഇൻ ചെയ്യുക സെത്ത് റോളൻസ്. എന്തുകൊണ്ടാണെന്ന് പറയാം. അതായത് ജോൺ സീനയെ സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് ക്ലീനായി തോൽപ്പിച്ചുകൊണ്ട് കോഡി റോഡ്സ് വീണ്ടും അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായി മാറും. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും സെത്ത് റോളൻസ് വന്നുകൊണ്ട് കോഡി റോഡ്സിന്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്ത് കോഡി റോഡ്സിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക. ഇതിന് ശക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കോഡി റോഡ്സ് വന്ന സമയത്ത് സെത്ത് റോളൻസിന്റെ കൂടെ കണ്ടിന്യൂസ് ആയി മാച്ച് ചെയ്ത് ആ മാച്ചിലൊക്കെ സെത്ത് റോളൻസ് ആണ് തോറ്റത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം പോലെ സെത്ത് കോഡിയുടെ ചാമ്പ്യൻഷിപ്പിന് ക്യാഷ് ഇൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ WWE വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ക്യാഷ് ഇൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാം വെച്ച് നോക്കുമ്പോൾ കോഡിയുടെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്യാനാണ് പോകുന്നത്. അതായത് കോഡി സീനനെ തോൽപ്പിച്ചതിന് ശേഷം എന്നിട്ട് സെത്ത് റോളൻസ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആവും. ഞാൻ ഈ പറഞ്ഞ പ്ലാനിലാണ് സെത്തിന്റെ ക്യാഷിംഗ് എങ്കിൽ വേറെ ലെവലായിരിക്കും.
പിന്നീട് അങ്ങോട്ട് WWE മരണമസായി മുന്നോട്ട് പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാരണം സെത്ത് കോഡിയുടെ കൂടെ മുൻപ് കണ്ടിന്യൂസ് ആയി തോറ്റതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ സെത്ത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് ക്യാഷിങ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സംഭവിക്കുമെന്നല്ല, ഇങ്ങനെ സംഭവിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.